നമസ്കാരം. ദൈവം നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാകും. നമുക്ക് പണം എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. സാമ്പത്തികമായി നമ്മുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും. ഇതൊരു അത്ഭുതകരമായ താന്ത്രിക വിദ്യയാണ്. അതായത് നമ്മുടെ വീട്ടിൽ ധനം എപ്പോഴും വന്ന് നിറയുവാനും, നമ്മളെന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ ആ ബിസിനസ്സിൽ നമുക്ക് വളരെ വലിയ അഭിവൃദ്ധി വന്നു ചേരുവാനും നമുക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ കർമ്മത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. ഇതിനായി നമുക്ക് ആവശ്യം 1 രൂപ നാണയങ്ങളാണ്. 9 1 രൂപയുടെ നാണയങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. 9 1 രൂപയുടെ നാണയം നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ രണ്ടാമതായി നമുക്ക് ആവശ്യം മഞ്ഞൾപ്പൊടിയാണ്. ഈ 2 കാര്യം വെച്ചാണ് ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത്. ഇത് ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസമാണ്. ഈ ഒരു കർമ്മം നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ധനപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ഒരു രീതിയിലും സാമ്പത്തിക ഉന്നതി വന്നു ചേരുന്നില്ല, പ്രശ്നങ്ങളാണ്, കടങ്ങളാണ്, അല്ലെങ്കിൽ വസ്തുവിൽപ്പനകൾ നടക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രശ്നം നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു കാര്യം നടക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്യേണ്ടത് വെള്ളിയാഴ്ചയാണ്. രാവിലെ 9 മണിക്കും 10 മണിക്കും ഇടയിലാണ് ഇത് ചെയ്യേണ്ടത്. ഒരുപക്ഷെ അത് സാധ്യമല്ല എന്ന് വെച്ചു ചിലർക്കൊക്കെ വെള്ളിയാഴ്ച ഇത് ചെയ്യാൻ കഴിയില്ല, എന്തെങ്കിലും തിരക്കൊക്കെ ആണ് എങ്കിൽ നമുക്ക് മറ്റൊരു ദിവസം തിരഞ്ഞെടുക്കാം. അപ്പോൾ അത് ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസമോ ചെയ്യുക. ഈ ചൊവ്വാഴ്ച ഞായറാഴ്ച ദിവസവും ചെയ്യുകയാണ് എങ്കിൽ ഒരു 6 മണിക്കും ഒരു 9 മണിക്കും ഇടയ്ക്ക് വേണം ഇത് ചെയ്യാൻ, വൈകുന്നേരം. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യേണ്ടത്, നമുക്ക് ഇതിലേക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഗ്ലാസ് വേണം. ഈ ഗ്ലാസ് അല്ലെങ്കിൽ ഇതുപോലൊരു പാത്രത്തിൽ അല്പം വെള്ളം ഒഴിക്കുക. ഉണ്ടോ? ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. വെള്ളം ഒഴിക്കുക. നിറച്ചൊന്നും വേണമെന്നില്ല. ഒരു ഗ്ലാസിൻ്റെത് ഇതുപോലെ വെള്ളം ഒഴിക്കുക. ഒരു ചെമ്പ് ഗ്ലാസ് ആണെങ്കിൽ അത്രയ്ക്കും നല്ലത്. ചെമ്പ് ഗ്ലാസ് ആയിരിക്കും ഏറ്റവും അനുകൂലത. അപ്പോൾ നമ്മൾ മഞ്ഞപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ശുദ്ധമായ മഞ്ഞപ്പൊടി കണ്ടില്ലേ, ഈ ശുദ്ധമായ മഞ്ഞപ്പൊടി ഇതിലേക്ക് കലർത്തുക. ഈ ശുദ്ധമായ മഞ്ഞപ്പൊടി കൈകൊണ്ട് സ്പർശിക്കാതെ വേണം തൊടാൻ. ആണോ, ഇതുപോലെ ഇതിലേക്ക് കലർത്തുക. മേളിൽ കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ഈ നാണയങ്ങളുണ്ടല്ലോ, അതായത് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ തീരണം, ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച വന്നു ചേരണം, ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകണം. അതിനുശേഷം നമ്മൾ ഈ ഒരു മന്ത്രം ഒന്ന് ചൊല്ലുക. മന്ത്രം ഇതാണ്: ഓം ധം നമഃ. അതിനുശേഷം ഈ ഓരോ നാണയവും ഇതിലേക്ക്, ഈ മഞ്ഞൾപ്പൊടിയിലേക്ക് എടുത്തിടുക. ഓരോ പ്രാവശ്യവും ഈ ഒരു മന്ത്രം ചെല്ലണം. ഓം ധം നമഃ, ഓം ധം നമഃ. അപ്പോൾ ഓം ധം നമഃ എന്ന് ചൊല്ലി നമ്മൾ ഇതുപോലെ ഓരോ നാണയവും ഇതിലേക്ക് എടുത്തിടുക. ഓം ധം നമഃ, ഓം ധം നമഃ, ഓം ധം നമഃ. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തീരണം, സാമ്പത്തിക ഉന്നതി വരണം എന്ന് പറഞ്ഞ ശേഷം, അതിനുശേഷം നമ്മുടെ ഈ വിരലുകൾ എല്ലാം ഇതിലേക്ക് ചേർത്തിങ്ങനെ വെച്ചിട്ട് ഓം സർവധനായ ആകർഷായ ആകർഷായ സ്വഹ ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം ഓം സർവധനായ ആകർഷായ ആകർഷായ സ്വഹ ഇങ്ങനെ 3 പ്രാവശ്യം ചൊല്ലുക. മന്ത്രം ചൊല്ലിയതിന് ശേഷം ഈ ഒരു നമ്മൾ ഈ മഞ്ഞൾ ചേർത്ത് വെച്ചാക്കുന്ന ഈ ഗ്ലാസ് ഉണ്ടല്ലോ, അത് നമ്മുടെ പൂജ റൂമിലോ അല്ലെങ്കിൽ നമ്മളുടെ സ്ഥാപനത്തിലോ വെക്കുക.
അപ്പോൾ ഈ പൈസ, ഈ നാണയം ഇത് മാറ്റരുത്. അതിനുശേഷം ഒരു അടുത്ത വെള്ളിയാഴ്ച ഈ പൈസ മാറ്റരുത്, പകരം നമ്മൾ എന്ത് ചെയ്യണം, ഈ മഞ്ഞൾ വെള്ളവും മാറ്റുക. അത്ഭുതമായ രീതിയിൽ നിങ്ങൾക്ക് പണം വരും, ഉറപ്പാണ്. പണം വരുന്നില്ല എന്ന് കരുതി നിങ്ങളൊരു കാര്യം ചെയ്യാതിരിക്കുക, ഇത് മാറ്റാതിരിക്കുക. ഇങ്ങനെ കുറച്ച് നാളൊന്ന് ആവർത്തിക്കുക. അപ്പോൾ ആവർത്തിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് സാമ്പത്തിക ഭദ്രതയിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കും. നിങ്ങളൊരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ബിസിനസ്സിൽ വർധനവുണ്ടാകും, ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും. നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹിച്ച്, ഇപ്പോൾ എന്തുമാകട്ടെ, ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നമാകാം, പ്രണയമാകാം, എന്തുമാകാം. അപ്പോൾ ഈ ഒരു കാര്യം നടക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് വളരെ സക്സസ്സായ രീതിയിൽ ഒരു ഗുണം പെട്ടെന്ന് ലഭിക്കും, ഉറപ്പായും ലഭിച്ചിരിക്കും, ഉറപ്പാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. വളരെ പെട്ടെന്നായിരിക്കും റിസൾട്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. ഇത് ഒരു 6-7 തവണയെങ്കിലും ആവർത്തിക്കുമ്പോൾ ഫലപ്രദമായ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും. നന്ദി, നമസ്കാരം.